നമസ്കാരം, ഞാൻ ഡോക്ടർ മോണിക്ക. പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്നത്തെ നമ്മുടെ വിഷയം എന്ന് പറയുന്നത് ഇഷ്ടിക ഉപയോഗിച്ചുകൊണ്ട് നമുക്ക് ചെയ്യാൻ കഴിയുന്ന രണ്ട് തരത്തിലുള്ള പ്രൊസീജിയേഴ്സ് കാണിച്ചു തരികയാണ് ചെയ്യുന്നത്. എങ്ങനെയാണ് ഉപയോഗിക്കേണ്ടത് എന്നുള്ളത്. ഇത് പ്രധാനമായിട്ടും കാലുകളിലേക്ക് ഉണ്ടാകുന്ന വേദനകൾ, അതുപോലെ കാലിന് ബലക്കുറവിൻ്റെ പ്രശ്നങ്ങൾ, രക്തയോട്ടം കുറവായിട്ട് തോന്നുക, രാവിലെ എണീക്കുന്ന സമയത്ത് ഉപ്പൂറ്റി നമുക്ക് നിലത്ത് കുത്താൻ പറ്റാത്ത പോലെയുള്ള ഉപ്പൂറ്റി വേദനകൾക്കും, പ്ലാന്റാർ ഫേഷ്യാറ്റിസ് എന്ന് പറഞ്ഞിട്ടുള്ള പ്രശ്നങ്ങളുള്ളവർക്കും, ടെൻഡോണൈറ്റിസ് എന്ന് പറഞ്ഞിട്ടുള്ള പ്രശ്നങ്ങൾ ഇല്ലാതാക്കാൻ വേണ്ടിയിട്ടും സഹായിക്കുന്നതാണ്. ടെൻഡോണൈറ്റിസ് എന്ന് പറയുന്നത് കൂടുതലായിട്ടും വരുന്നത് നമ്മുടെ റിസ്റ്റിൻ്റെ ഭാഗം, കൈത്തണ്ടയുടെ ഭാഗങ്ങൾ, അതുപോലെ കൈമുട്ടിൻ്റെ ഭാഗങ്ങളിൽ, തോളിൻ്റെ ഭാഗങ്ങളിൽ, ഈ ജോയിൻസിൽ നമുക്ക് പ്രധാനമായിട്ടും നമ്മുടെ മുട്ടിൻ്റെ ഭാഗത്ത്, കൈകളാണെങ്കിൽ കുറച്ച് സമയം മടക്കിയിട്ട് ഒന്ന് നിവർത്തുന്ന സമയത്ത് നമുക്ക് ആ ഒരു ജോയിൻ്റെ ഭാഗത്തിൽ, സന്ധികളുടെ ഭാഗത്തുണ്ടാകുന്ന വേദനകളാണ്. അപ്പോൾ ഈ ഒരു വേദനകൾ ഇല്ലാതാക്കാൻ വേണ്ടിയിട്ടും ഒപ്പം തന്നെ നമുക്ക് മരപ്പ്, തരിപ്പ് തുടങ്ങിയിട്ടുള്ള പ്രശ്നങ്ങളൊക്കെ തന്നെ വേദനകളും നീർക്കെട്ടുകൾ ഇല്ലാതാക്കാൻ വേണ്ടിയിട്ടും സഹായകരമാകുന്നതാണ്. ഇത് നമുക്ക് സന്ധികളിൽ ഉപയോഗിക്കുന്നത് കിഴി രൂപത്തിൽ ഇഷ്ടിക പിണ്ടസ്വേദ എന്നുള്ള രീതിയിലാണ് ഉപയോഗിക്കുന്നത്. മറ്റൊന്ന് നമുക്ക് ഉപ്പൂറ്റി വേദനയ്ക്ക് പ്രത്യേകമായിട്ടുള്ള പ്രൊസീജിയർ തന്നെയാണുള്ളത്. ഇതിലെല്ലാം തന്നെ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങളും അതുപോലെ ഇതിൽ ഉപയോഗിച്ചിട്ടുള്ള ഇൻഗ്രീഡിയൻസുകൾ എന്തൊക്കെയാണ് ചെയ്യേണ്ടതെന്നൊക്കെ തന്നെ നമുക്ക് വിശദമായിട്ട് തന്നെ നമുക്ക് മനസ്സിലാക്കാം. ഇതിനൊപ്പം തന്നെ ആദ്യമായിട്ടാണ് ചാനൽ കാണുന്നതെന്നുണ്ടെങ്കിൽ ചാനൽ കൂടി സബ്സ്ക്രൈബ് ചെയ്യുക. ഒരുപാട് ആൾക്കാരിലേക്ക് ഈ ഒരു ഇൻഫർമേഷൻ ഷെയർ ചെയ്യുക. ഏറ്റവും ആദ്യം കാലുകൾക്ക് അമിതമായിട്ട് വേദന, ഉപ്പൂറ്റി നിലത്ത് കുത്താൻ പറ്റാത്ത രീതിയിലുള്ള വേദനകൾ അനുഭവപ്പെടുന്നവർക്ക് നമുക്ക് ഇഷ്ടിക ഇതുപോലെ ഒരു ഗ്യാസിൽ വെച്ചിട്ട് നന്നായിട്ട് ചൂടാക്കി എടുക്കുക. അത് നല്ല ഹീറ്റായിട്ട് കിട്ടിയിട്ട് വേണം നമുക്ക് ഈ ഒരു പ്രൊസീജിയർ ചെയ്യാൻ വേണ്ടിയിട്ട്. ഇതിനൊപ്പം നമുക്ക് ആവശ്യമായിട്ടുള്ള മറ്റൊരു കാര്യം എന്ന് പറയുന്നത് കഞ്ഞിവെള്ളമാണ്. അപ്പോൾ കഞ്ഞിവെള്ളവും നമുക്ക് ഈ ഒരു പ്രൊസീജിയർ ചെയ്യുന്ന സമയത്ത് നമുക്ക് ആവശ്യമായിട്ടുള്ളതാണ്. ഇത് അതാത് ദിവസത്തെ കഞ്ഞിവെള്ളം ഉപയോഗിക്കുന്നതാണ് ഏറ്റവും ഗുണകരമായിട്ടുള്ളത്. അപ്പോൾ ഇത് എങ്ങനെയാണ് നമുക്ക് ചെയ്യുന്നതെന്നുള്ളത് കാണാം. ഇനി ഇതിൻ്റെ കൂടെ ആവശ്യമായിട്ടുള്ളത് നമുക്ക് ഏരണ്ടയുടെ ഇലകളാണ്, അതായത് നമ്മുടെ ആവണക്കിൻ്റെ ഇലകളാണ് നമുക്ക് ആവശ്യമായിട്ടുള്ളത്. ഇത് വാതരോഗങ്ങൾക്ക് വേണ്ടിയിട്ട് ഏറ്റവും ഗുണകരമായിട്ട് നമുക്ക് പുറമേ പുരട്ടാൻ പറ്റുന്നതാണ്. ഈ ഒരു ഇല കിട്ടാത്തവരാണെങ്കിൽ നിങ്ങൾക്കിതിന് പകരമായിട്ട് പ്ലാവില ഉപയോഗിക്കാവുന്നതാണ്, ഇല്ലെങ്കിൽ എരിക്കിൻ്റെ ഇല ഉപയോഗിക്കുന്നതും നല്ലതാണ്. ഇനി നമ്മൾ ഈ ഒരു ചൂടുള്ള ഇഷ്ടിക ഇതുപോലെ ഒരു വലിയ വട്ടപാത്രത്തിലാണ് നമ്മൾ ഇടേണ്ടത്. കാരണം കാല് വെക്കാനും അതുപോലെ തന്നെ ബുദ്ധിമുട്ടൊന്നും ഇല്ലാത്ത രീതിയിൽ വേണം നമ്മൾ ഇത് ചെയ്യാൻ വേണ്ടിയിട്ട്. ഇതിന് പുറമേ ആയിട്ട് നമുക്ക് ഈ ഒരു ഇലകൾ വെച്ച് കൊടുക്കാവുന്നതാണ്. ഇതുപോലെ ഇലകൾ വെച്ച് കൊടുത്തതിന് ശേഷം രോഗിയുടെ കാല് മെല്ലെ പൊള്ളിക്കാത്ത പോലെ, ചൂട് തോന്നുന്നുണ്ടോ, ആ ഒരു ഈ ഹീലിൻ്റെ ഭാഗത്തേക്ക് വേണം നമുക്ക് കൂടുതലായിട്ടും വെക്കാൻ വേണ്ടിയിട്ട്. അതിനൊപ്പം തന്നെ നമുക്ക് ചെയ്യാൻ പറ്റുന്നത് ഇത് കഞ്ഞിവെള്ളമാണ്. ഞാൻ നേരത്തെ പറഞ്ഞ പോലെ തന്നെ കഞ്ഞിവെള്ളമാണ്. അപ്പോൾ രോഗിക്ക് നമുക്ക് ആവശ്യത്തിനുള്ള, അതായത് ചൂട് ആവശ്യത്തിനുള്ള രീതിയിൽ മാത്രമേ എടുക്കാവുള്ളൂ. നമുക്ക് ചൂട് പറ്റുന്നുണ്ടോ എന്ന് പറയണേ, പറ്റുമോ? ഇതുപോലെ നമ്മൾ ധാരയായിട്ടുള്ള രീതിയിൽ കഞ്ഞിവെള്ളം ഒഴിക്കുന്നതും നീർക്കെട്ട്, വേദന മുതലായിട്ടുള്ള പ്രശ്നങ്ങൾ മാറ്റാൻ വേണ്ടി നല്ലതാണ്. ഇനി കാല് മുഴുവനായിട്ടൊന്ന് വെച്ച് മുഴുവനായിട്ട് അങ്ങനെ വെക്കും. ഇവിടെയുള്ള നീർക്കെട്ടിൻ്റെ പ്രശ്നങ്ങൾ പ്രധാനമായിട്ടും മാറാൻ വേണ്ടിയിട്ടും സഹായകരമാകുന്നതാണ്. ഇതുപോലെ ഒരു 15-20 മിനിറ്റെങ്കിലും നിങ്ങൾ ചെയ്യുക. ഇതുപോലെ ഒരു 3 ദിവസം കണ്ടിന്യൂസ് ആയിട്ട് ചെയ്യുമ്പോൾ തന്നെ ആ ഒരു വേദനയും നീർക്കെട്ടും ഒക്കെ തന്നെ അകറ്റാൻ സഹായിക്കുന്നതാണ്. ഈ ഒരു ഇഷ്ടികയ്ക്ക് നല്ല ചൂട് വരുന്നതാണ്. അപ്പോൾ ഒരിക്കലും രോഗിയുടെ കാല് പൊള്ളിക്കരുത്. ഇതുപോലെ നമ്മൾ അവരോട് ചോദിച്ചിട്ട് വേണം ചെയ്യാൻ വേണ്ടിയിട്ട്. പ്രത്യേകിച്ച് നെർവ് ഡിസോർഡറൊക്കെ ഉള്ളവർക്ക് ചിലപ്പോൾ സെൻസേഷൻ മനസ്സിലാവണം എന്നില്ല. അപ്പോൾ അതുകൊണ്ട് തന്നെ നമ്മൾ അമിതമായിട്ടുള്ള ചൂട് എടുക്കാൻ പാടുള്ളതല്ല. ഇനി അടുത്തതായിട്ട് വരുന്നത് ഇഷ്ടിക പിണ്ടസ്വേദ നമ്മൾ കിഴിയായിട്ടുള്ള രീതിയിൽ ചെയ്യേണ്ട വിധമാണ്. ഇഷ്ടിക പിണ്ടസ്വേദ ഉണ്ടാക്കുന്ന സമയത്ത് ഇതുപോലെയുള്ള ഇഷ്ടികകൾ ചെറിയ കഷ്ണങ്ങളായിട്ട് നമ്മൾ ഇടിച്ചെടുക്കുക. അതിനുശേഷം നല്ല രീതിയിൽ തന്നെ ഫൈൻ പൗഡറായിട്ടുള്ള രീതിയിൽ നമ്മൾ പൊടിച്ചെടുക്കേണ്ടതാണ്. പ്രത്യേകിച്ച് മുറിവുകളോ കാര്യങ്ങളോ ഒക്കെ ഉള്ള സ്ഥലങ്ങളിൽ ഒരിക്കലും ഈ ഒരു ഇഷ്ടിക പിണ്ടസ്വേദ നമ്മൾ ഉപയോഗിക്കരുത്. ഇതാണ് നമ്മൾ പ്രധാനമായിട്ടും ശ്രദ്ധിക്കേണ്ടത്. അതുപോലെ ചൂട് അമിതമായിട്ട് കൂടാൻ വേണ്ടിയിട്ടും പാടുള്ളതല്ല. ഇനി ഇതെങ്ങനെയാണ് പ്രിപ്പയർ ചെയ്യേണ്ടതെന്നുള്ളത് പറയാം. ഇത് നമുക്ക് പ്രധാനമായിട്ടും നമ്മുടെ കൈമുട്ടുകളുടെ ഭാഗത്ത്, അതുപോലെ തന്നെ തോളിൻ്റെ ആ ഒരു ജോയിൻറ്റിൻ്റെ ഭാഗത്ത്, കാലുകൾക്ക്, മുട്ടിൻ്റെ ഭാഗങ്ങളിൽ, അതുപോലെ തന്നെ നമുക്ക് ഫീറ്റിൻ്റെ അല്ലെങ്കിൽ കാൽപാദത്തിൻ്റെ ഭാഗത്തുള്ള വേദനകൾ മാറ്റാനും നടുവേദനയ്ക്കും ഒക്കെ തന്നെ ഏറ്റവും ഗുണകരമാണ്. ഇത് പ്രധാനമായിട്ടും സ്റ്റിഫ്നെസ് അഥവാ നമുക്ക് ഒരു മസിൽ പിടുത്തമായിട്ടുണ്ടാവും. രാവിലെ എണീക്കുമ്പോൾ ഒക്കെ നമുക്ക് ശരീരവേദനയൊക്കെ അമിതമായിട്ടുണ്ടാവുന്നവർക്ക് തീർച്ചയായിട്ടും ചെയ്തു നോക്കാൻ പറ്റുന്നതാണ്. അതുപോലെ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം എന്ന് പറയുന്നത് ശരീരത്തെ അമിതമായിട്ട് ചൂടുള്ള
ഉള്ളവർ നമുക്ക് ചെറിയ ഒരു ചൂടിൻ്റെ അളവിൽ മാത്രമാണ് ചെയ്യേണ്ടത്. ഒരുപാട് പൊള്ളിക്കരുത്, കാരണം ഇഷ്ടിക ആയതുകൊണ്ട് തന്നെ നല്ല ചൂടുണ്ടാവുന്നതാണ്. അപ്പോൾ ശ്രദ്ധിച്ചിട്ട് വേണം ചെയ്യാൻ വേണ്ടിയിട്ട്, സ്കിന്നൊന്നും പൊള്ളാത്ത രീതിയിൽ ചെയ്യുക. ഞാനിന്നിവിടെ ഉപയോഗിക്കാൻ പോകുന്ന തൈലം എന്ന് പറയുന്നത് കൊട്ടൻ ചുക്കാദിയും അതിനൊപ്പം തന്നെ നമുക്ക് ധന്വന്തര തൈലവും കൂടി മിക്സ് ചെയ്തിട്ടുള്ള രീതിയിൽ ലഭിക്കുന്നതാണ്. അപ്പോൾ ഇത് ഉപയോഗിക്കുമ്പോൾ നമുക്ക് വേദനയും നീർക്കെട്ടൊക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ പെട്ടെന്ന് അകറ്റാൻ വേണ്ടി സഹായിക്കുന്നതാണ്. ഒരുപാട് നീരുള്ളവരാണെന്നുണ്ടെങ്കിലും സ്കിൻ ഒരുപാട് സോഫ്റ്റ് ആയിട്ടുള്ളവരാണെന്നുണ്ടെങ്കിലും ഇത് ചെയ്യാൻ പാടുള്ളതല്ല. അല്ലാത്തവർക്കൊക്കെ തന്നെ സേഫായിട്ട് നമുക്ക് ചെയ്യാവുന്നതാണ്. ഇതാണ് നമ്മൾ ഉപയോഗിക്കുന്ന തൈലം, ധന്വന്തര തൈലവും അതുപോലെ കൊട്ടൻ ചുക്കാദി തൈലവുമാണ്. ഇതുപോലെ നമ്മൾ ചട്ടി ചൂടായിട്ട് വന്നിട്ടുണ്ട്. അപ്പോൾ ഈ സമയത്തേക്ക് നമുക്ക് മെല്ലെ തൈലം ഒഴിച്ചു കൊടുക്കാം. കുറച്ച് തൈലം നമുക്കിതുപോലെ ഒന്ന് ഒഴിച്ചു കൊടുക്കാം. ഇതിൽ നിന്ന് നിങ്ങൾക്ക് മസാജ് ചെയ്യാൻ ആവശ്യമായിട്ടുള്ള തൈലം മറ്റൊരു പാത്രത്തിനകത്തേക്ക് കുറച്ചൊന്ന് മാറ്റിയെടുക്കാം കേട്ടോ. നമുക്ക് ആ ഒരു മുട്ടിൻ്റെ ഭാഗത്തോ നടുവിൻ്റെ ഭാഗത്തോ മസാജ് ചെയ്യേണ്ട മാത്രം ഞാൻ ഒരു പാത്രത്തിലോട്ട് മാറ്റുന്നുണ്ട്. ബാക്കി നമുക്ക് ഈ ഒരു എണ്ണ ചൂടായി വന്നിട്ടുണ്ട്. അപ്പോൾ ചൂടാകുമ്പോഴത്തേക്കും ഈ ഒരു കിഴി നമുക്ക് ഇതിനകത്തേക്ക് വെച്ച് കൊടുക്കാം. കുറച്ചും കൂടി നമുക്ക് തൈലം ഒഴിച്ചു കൊടുക്കാവുന്നതാണ്. ആദ്യം നമുക്ക് കുറച്ച് തൈലം എടുത്തിട്ട് വേദനയുള്ള ഭാഗത്ത് നല്ല രീതിയിൽ തന്നെ മസാജ് ചെയ്ത് കൊടുക്കുക. വേദന എത്ര ദിവസമായി ഉണ്ടായിട്ട്? നല്ല രീതിയിൽ തന്നെ മസാജ് ചെയ്ത് കൊടുക്കുക. ഭാഗത്തൊക്കെ തന്നെ മുട്ടിന് പുറകിലുള്ള മസിൽസിനും അതുപോലെ കാഫ് മസിൽസിനും ഒക്കെ തന്നെ നമുക്ക് ആ ഒരു കിഴി നമുക്ക് കുത്തി കൊടുക്കാൻ പറ്റുന്നതാണ്. നമുക്ക് കിഴി നമുക്കൊന്ന് ചൂടായി കിട്ടിയിട്ടുണ്ട്. അപ്പോൾ നമുക്ക് ആദ്യം നമ്മുടെ കയ്യിൽ തന്നെ ആദ്യം ചെയ്ത് നോക്കുക, രോഗിക്കത് പറ്റുമോ എന്നുള്ള രീതിയിൽ. അതിന് ശേഷം സർക്കുലർ മോഷനിൽ കിഴി നമുക്ക് കുത്തി കൊടുക്കാൻ പറ്റുന്നതാണ്. കാഫ് മസിൽസിൻ്റെ ഭാഗത്തും പുറകിലും മുട്ടിന് പുറകിലായിട്ടുള്ളതിനും ഒക്കെ തന്നെ നമുക്കിതുപോലെ സർക്കുലർ മോഷനിൽ നമുക്ക് ഇത് കിഴി കുത്തി കൊടുക്കാം. അതുപോലെ തന്നെ നമുക്ക് ചൂട് കുറയുന്നുണ്ടോ എന്ന് നോക്കുക. ചൂട് കുറയുന്നുണ്ടെങ്കിൽ നിങ്ങൾ ഒന്നും കൂടി ചൂടാക്കിയിട്ട് വീണ്ടും ഇതുപോലെ തന്നെ നമ്മൾ മസാജ് ചെയ്ത് കൊടുക്കേണ്ടതാണ്. ഇങ്ങനെ നിങ്ങൾക്ക് ഇഷ്ടിക ഉപയോഗിച്ച് 2 തരത്തിൽ പ്രൊസീജിയേഴ്സ് ചെയ്യാൻ പറ്റുന്നതാണ്. 7 ദിവസം കണ്ടിന്യൂസ് ആയിട്ട് ചെയ്ത് നോക്കുക. നല്ല വ്യത്യാസങ്ങൾ തന്നെ വരുന്നതാണ്. പ്രത്യേകിച്ച് കാലിൽ തരിപ്പ്, മരവിപ്പ് തുടങ്ങിയിട്ടുള്ള പ്രശ്നങ്ങളുള്ളവർക്ക്, അതുപോലെ തന്നെ നമുക്ക് ആ ഒരു ഉപ്പൂറ്റിയിൽ രാവിലെ എണീക്കുമ്പോൾ തന്നെ ഭയങ്കര വേദന ഉള്ളവർക്ക് വളരെ എഫക്റ്റീവായിട്ട് നമുക്ക് ഉപയോഗിക്കാൻ പറ്റുന്നതാണ്. നടുവിൽ നിന്നും താഴത്തേക്ക് വരുന്ന ഭാഗത്തേക്ക് ഉണ്ടാകുന്ന വേദനകളെല്ലാം തന്നെ നമുക്ക് മാറ്റാൻ ഏകദേശമൊക്കെ തന്നെ മാറ്റാനായിട്ട് കഴിയുന്നതാണ്. ഒരു 7 ദിവസം കണ്ടിന്യൂസ് ആയിട്ട് ചെയ്ത് നോക്കുക. അതുപോലെ ശ്രദ്ധിക്കേണ്ട കാര്യം, ഇഷ്ടികയാണ്, അമിതമായിട്ട് ചൂടാകുന്നതാണ്. അതുകൊണ്ട് തന്നെ അതിൻ്റെ ആ ഒരു നമ്മളെ ചൂട് നമുക്ക് ഒന്ന് മെയിൻറ്റെയിൻ ചെയ്ത് നമുക്ക് രോഗിയുടെ ആ ഒരു ചൂട് എത്രത്തോളം സഹിക്കുന്നു എന്നനുസരിച്ച് വേണം ഓരോ പ്രൊസീജിയേഴ്സും ചെയ്യാൻ വേണ്ടിയിട്ട്. ഇനി മുട്ടിനാണെന്നുണ്ടെങ്കിലും നടുവിനാണെന്നുണ്ടെങ്കിലും നമ്മൾ കിഴി കെട്ടുന്ന സമയത്ത് പ്രത്യേകം ശ്രദ്ധിക്കേണ്ടത്, ആദ്യം നമ്മൾ തൈലം കൊണ്ട് ചെറിയ രീതിയിൽ അത് ചെറു ചൂടോട് കൂടിയിട്ടുള്ള തൈലം കൊണ്ടിട്ട് നമ്മളൊന്ന് മസാജ് ചെയ്തതിന് ശേഷം വേണം ഈ ഒരു ഇഷ്ടിക കൊണ്ട് നമ്മൾ കിഴി കുത്തി കൊടുക്കാൻ വേണ്ടിയിട്ട്. അപ്പോൾ സർക്കുലർ മോഷനിൽ കിഴി നല്ല രീതിയിൽ കുത്തി കൊടുക്കുക. ഇതും ഒരു 20 മിനിറ്റ് സമയമെങ്കിലും കിഴി കുത്തിയിട്ടുണ്ടെങ്കിലും ആ ഒരു ഭാഗത്തെ വേദനകളും നീർക്കെട്ടുകൾ അകറ്റാൻ വേണ്ടിയും സഹായിക്കുന്നതാണ്. അപ്പോൾ ഈ 2 രീതികൾ നിങ്ങൾക്ക് ഉപകാരപ്രദമായിട്ടുണ്ടെങ്കിലും ഇതുപോലെയുള്ള നമുക്ക് പ്രൊസീജിയർ തരത്തിലുള്ള കാര്യങ്ങൾ അല്ലെങ്കിൽ വീഡിയോസുകൾ നിങ്ങൾക്ക് ആവശ്യമുണ്ടെന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും കമൻറ്റ് ചെയ്യുക. അടുത്തൊരു വിഷയവുമായിട്ട് നമുക്ക് കാണാം. നന്ദി.